പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. ജോർജിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് ജോർജ് ഈ കുറ്റം സമ്മതിച്ചത്, കൊലപാതകം ചെയ്തു എന്ന് ഏറെക്കുറെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന് പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ പക്കൽ ഇതിനോടകം തന്നെ തെളിവുകളുണ്ട്. ഈ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്തുകൂടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മൃതദേഹം. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലാണ് ഈ സംഭവം ജോർജ് വിവരിച്ചത്. പക്ഷേ ഇതിനെന്താണ് കാരണം എന്നുള്ള കാര്യം ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല. അത് ജോർജിനോട് ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇയാൾ മദ്യലഹരിയിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ കൊലപാതകം ചെയ്തത് താൻ തന്നെ എന്നുള്ള കാര്യം ജോർജ് സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.